കഴിഞ്ഞ ദിവസം SDPIയുടെ നേതാവ് ഒരു വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു, ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പിന്തുണ UDF-നാണ് എന്ന്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നുന്നു, ഒരുപക്ഷെ ഈ രീതിയിലൊരു പിന്തുണ, ഏകപക്ഷീയമായ ഒരു പിന്തുണ പ്രഖ്യാപിക്കാമല്ലോ ആർക്കും, ഞങ്ങളുടെ പിന്തുണ ഇന്ന ആൾക്കാണ് എന്ന്. പിന്നീട് അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് വളരെ വിശദമായ ഒരു ചർച്ചയും കാര്യങ്ങളുമെല്ലാം കോൺഗ്രസ് നേതൃത്വവും SDPIയുമായി നടത്തിയിട്ടുണ്ട്. ഇന്നലെ ആ വാർത്താ സമ്മേളനം നടത്തിയ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി പറഞ്ഞിട്ടുള്ളത്, ഇനി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഇനി വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ധാരണയാകും എന്നാണ്. അതിൻ്റെ അർത്ഥം SDPIയെ UDF ഒരു ഘടകകക്ഷിയാക്കി തന്നെ മാറ്റും എന്നുള്ളതാണ്. ഈ ബന്ധം ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ് ഇന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ പ്രതികരിച്ചത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഇവർക്ക് നല്ല സ്വാധീനമുണ്ട്, ഒപ്പം തന്നെ ഇവർ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് അത്തരം സംഘടനകളുടെ വോട്ട് വാങ്ങുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് K. സുധാകരൻ പറഞ്ഞത്. എന്തായാലും ലീഗുമായിട്ടും ഇവർക്ക് ഈ പറയുന്ന SDPIക്ക് നേരത്തെ ബന്ധമുണ്ട്. ആ വോട്ട് കച്ചവടം നടത്തിയതിൻ്റെ ചില കാര്യങ്ങൾ ഒരു SDPI നേതാവ് വിശദീകരിക്കുന്നത് നമുക്കൊന്ന് കാണാം. SDPIയുടെ നേതാക്കൾ മുസ്ലിം ലീഗുമായി ചർച്ച നടത്തുന്നു. ഒരു പക്ഷേ ആ ഒരു ചർച്ച SDPIക്ക് ക്ഷീണം അല്ലേ സംഭവിച്ചത്? ഒരിക്കലുമല്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, SDPIയെ സംബന്ധിച്ചിടത്തോളം 1000 വട്ടം ഞങ്ങളൊക്കെ തോറ്റാലും SDPIക്കാരന്റെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന ഒരു ചെറിയ വിഭാഗമെങ്കിലും മുസ്ലിം ലീഗിലുണ്ട്. നിങ്ങൾക്കൊക്കെ അതറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ആളുകൾ അവിടെ നിൽക്കെയാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയും ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയും, ആ രണ്ടുപേരും ഇവിടുത്തെ സ്ഥാനാർത്ഥികളുമാണ്. അവർ SDPI നേതൃത്വത്തോട് ഫോണിൽ ആവശ്യപ്പെടുന്നു, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കണം, ഒരു വേദി ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും SDPI രൂപീകൃത കാലം തൊട്ട് പറഞ്ഞു വരുന്നതാണ്, RSS സംഘപരിവാര കക്ഷികൾ മാത്രമാണ് SDPIന്റെ ശത്രു, ബാക്കിയുള്ളവരൊക്കെ എതിരാളികൾ മാത്രമാണ്. ആരുമായും ഞങ്ങൾ സഹകരിക്കും, ആരുമായും സംസാരിക്കും, സംഘപരിവാരത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ആരുമായും നീക്കുപോകിന് തയ്യാറാണ് എന്നുള്ളത് SDPIയുടെ പ്രഖ്യാപിത നയമാണ്. ആ നയത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പാണക്കാട്ടേക്കോ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്കോ ഒന്നും വരാൻ പോകുന്നില്ല. രണ്ടു കൂട്ടർക്കും സമ്മതമായ ഒരിടം നിങ്ങൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ചർച്ചയാവുമെന്ന് പറഞ്ഞു. കൊണ്ടോട്ടിയിൽ ചർച്ച മുസ്ലിം ലീഗാണ് അറേഞ്ച് ചെയ്തത്, അവരാണ് റൂം എടുത്തത്. ഞങ്ങൾ നേതാക്കന്മാർ പോയി ചർച്ച ചെയ്തു. അവർ മുന്നോട്ട് വെച്ച ആവശ്യം, ഞങ്ങൾ വിചാരിച്ചിരുന്നത് ദേശീയ തലത്തിൽ വലിയ പ്രതിസന്ധി മുസ്ലിം സമുദായം അനുഭവിക്കുന്നുണ്ട്, അതേക്കുറിച്ചൊക്കെ ചർച്ച വരുമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെ മുസ്ലിം ലീഗിന് മുന്നോട്ട് വെക്കാനുണ്ടായിരുന്നത് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് പിന്തുണ കൊടുക്കണമെന്നുള്ളതാണ്.